കൈകളെ കുരുത്തോലയേന്തും കൈകളെ ഒലിവിലയേന്തും കൈകളെ കുരുത്തോലയേന്തും കൈകളെ രാജാതിരാജൻ എഴുന്നള്ളുന്നു പൂക്കൾ വീരിക്കൂ പൂക്കൾ വീരിക്കൂ വീതികളിൽ 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 ഹോശാന ദാവീദിൻ പുത്രൻ ഹോശാന 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 ദാവീദിൻ പുത്രൻ ഹോശാന. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവന്റെ അടുത്തെത്തി. നീ എന്ത് അധികാരം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? നിനക്ക് ഈ അധികാരം ആര് തന്നു? യേശു അവരോടായി ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവനിൽ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. അവർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. എങ്കിൽ എന്തധികാരം കൊണ്ടെന്ന് ഞാനും പറയുന്നില്ല. കോപാകുലരായ പള്ളിപ്രമാണിമാർ മഹാപുരോഹിതനായ കയ്യാഫാസിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ആ യേശുവെന്നും ക്രിസ്തുവെന്നും രക്ഷിതാവെന്നും പറഞ്ഞു നടക്കുന്ന ആ ജോസഫിന്റെ മകനുണ്ടല്ലോ, ജനങ്ങളെ ഇളക്കിവിട്ട് പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. അവനെ ഇങ്ങനെ വിട്ടാൽ അധികാരം അവന്റെ കയ്യിലാകും. അവൻ രാജാവായാൽ എന്താ സ്ഥിതി? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? കുറെ മന്ത്രവിദ്യകൾ കയ്യിലുണ്ട്. കടലിനെ ശാന്തമാക്കി മരിച്ചവനെ പുനർജനിപ്പിക്കുകയും. ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അവനെ എങ്ങനെയും തറപറ്റിക്കണം. ഒളിച്ചിരുന്ന് തട്ടിയാലോ? അത് വേണ്ട. കയ്യാഫാസിന്റെ ദർബാർ ഹാളിനുള്ളിൽ സെനറ്റ് കൂടുന്നു. സാൻഘട്ടിൽ സംഘം ഈശോയെ വധിക്കുവാൻ ആലോചിക്കുന്നു. മഹത്തായ പെസഹ പെരുന്നാൾ കൊണ്ടാടുന്ന ആ സുദിനത്തിൽ ക്രിസ്തുദേവനും 12 ശിഷ്യന്മാരും ലൂക്കോസിന്റെ ഭവനത്തിൽ പെസഹ ഒരുക്കി. ഈശോ തന്റെ നിലയങ്കി അടിച്ച് സ്നേഹത്തിന്റെ പ്രതീകമായി ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നു. ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന ഇത്രയും വിനീതനായ ഒരാൾ ലോകത്തില്ല. യേശു അപ്പം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതെന്റെ ശരീരമാകുന്നു. വീഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു. ഇതെന്റെ രക്തമാകുന്നു. അനേകരുടെ പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. സ്നേഹിതന്മാരെ, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരുവൻ, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവൻ തന്നെ എന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കും. ഗുരു, ആരാണത്? പറയൂ, ആരാണ് ആ കുലദ്രോഹി? ആരാണ് ആ വഞ്ചകൻ? എന്റെ താലത്തിൽ ഇപ്പോൾ കൈമുക്കിയവൻ തന്നെ. ഈ സമയം ക്രിസ്തുദേവന്റെ താലത്തിൽ കൈമുക്കിയ യൂദാസ് വിരുന്നുശാല വിട്ട് പുറത്തു വന്നു. ഒരു ക്രിസ്തു! ഇവൻ രാജാവാകുമെന്ന് വിശ്വസിച്ചാണ് ഇത്രയും കാലം ഇവന്റെ കൂടെ നടന്നത്. അവൻ രാജാവായാൽ മന്ത്രിയെങ്കിലും ആകാമല്ലോ എന്ന് കരുതി. അവൻ രാജാവും ആകില്ല, സേവകനും ആകില്ല. ഞാനായി എന്റെ പാടായി. എന്റെ ജീവിതം നശിപ്പിക്കുവാൻ ഞാൻ തയ്യാറല്ല. അതാ യൂദായ്ക്കെതിരെ നടന്നു വരുന്നു കയ്യാഫാസിന്റെ സർവ്വസൈന്യാധിപൻ നാമാൻ. അല്ല, നിങ്ങൾ ആ ക്രിസ്തുദേവന്റെ ശിഷ്യനല്ലേ? അതെ അതെ, ഇന്നലെ വരെ ഞാൻ അവന്റെ ശിഷ്യനായിരുന്നു. ഇന്നു മുതൽ അവന്റെ ശിഷ്യനല്ല, ശത്രുവാണ്. യൂദാ, ആ ക്രിസ്തുവിനെ പിടിച്ചു കെട്ടാൻ എന്താണ് ഒരു വഴി? അവനെ കണ്ടുപിടിക്കാൻ എങ്ങനെ സാധിക്കും? അതിനെന്താ, അവനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് എന്തു തരും? നീ സത്യമാണോ പറയുന്നത്? സത്യം സത്യം, ഞാൻ അവനെ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് എന്തു തരും? നീ അവനെ കാണിച്ചു തന്നാൽ ഞങ്ങൾ നിനക്ക് വെള്ളിപ്പണം തരാം. വെള്ളിപ്പണം? വെള്ളിപ്പണം എത്ര തരും? 30. ഒരു ക്രിസ്തുവിനെ കാണിച്ചു തരാൻ 30 വെള്ളിക്കാശ്. ഇതാ 30 വെള്ളിപ്പണം. എപ്പോൾ എവിടെ വന്നാൽ അവനെ പിടികൂടാം. ഇന്ന് സന്ധ്യയ്ക്ക് കെദ്രോൻ പുഴക്കരയിലെ ഗത്ശമന തോട്ടത്തിൽ വരിക. അവൻ അവിടെ പ്രാർത്ഥിക്കാൻ വരും. ഞാൻ ആരെ ചുംബിക്കുന്നുവോ, അതെ, അവൻ തന്നെ ക്രിസ്തു. അന്ന് സന്ധ്യാസമയം ക്രിസ്തുദേവന് ശിഷ്യന്മാരും കെദ്രോൻ പുഴയ്ക്കപ്പുറം ഗത്ശമന തോട്ടത്തിലെത്തി. സ്നേഹിതന്മാരെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ മുൻപോട്ട് പോയി പ്രാർത്ഥിച്ചു വരാം. ക്രിസ്തുദേവൻ മുൻപോട്ട് പോയി മണ്ണിൽ മുട്ടുകുത്തി ഹൃദയവേദനയോട് പ്രാർത്ഥിച്ചു. പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റൂ. പിതാവേ, പിതാവേ,
യാചന നീ കൈക്കൊള്ളേണമേ. പത്രോസ്, നിങ്ങൾ ഉറങ്ങുകയാണോ? ഒരു നാഴിക പോലും എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ. എന്നെ പുരോഹിതന്മാർ പിടിച്ചു കെട്ടുവാനുള്ള സമയമായി. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയം ആയുധങ്ങളും പന്തങ്ങളും വടിവാളുകളുമായി കടന്നു വരുന്നു കയ്യാഫാസിന്റെ പടയാളികൾ. കൂട്ടത്തിൽ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരുമുണ്ട്. യൂദാ മുന്നോട്ട് വന്ന് ക്രിസ്തുദേവന്റെ കവിളിൽ ചുംബിച്ചു. യൂദാ, സ്നേഹിത, ചുംബിച്ചുകൊണ്ടാണോ നീ എന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്നത്? അവൻ തന്നെ പിടിച്ചു കെട്ടവനെ. യേശുവിന്റെ ഒരു ശിഷ്യൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാതർത്ത് നിലത്തിട്ടു. സ്നേഹിത, വാളുറയിലിടും. വാളെടുക്കുന്നവനെല്ലാം വാളാൽ മരിക്കും. ക്രിസ്തുദേവനെ പിടിച്ചു കെട്ടി മഹാപുരോഹിതനായ കയ്യാഫാസിന്റെ ദർബാർ ഹാളിനുള്ളിൽ കൊണ്ടുവന്നു. നേരം കയ്യാഫാസിൻ ദർബാറിനുള്ളിൽ ആരാധ്യനാം മഹാരഥൻ മിശിഹ മൗനിയായി നിശ്ചലം നിന്നു. കയ്യാഫാസിന്റെ ചോദ്യങ്ങൾക്കൊന്നിനും മറുപടി പറയാതെ നിൽക്കുന്ന ക്രിസ്തുദേവന്റെ പേരിൽ പല കുറ്റങ്ങളും ചുമത്തി. കള്ളസാക്ഷികളെല്ലാം സഭയിൽ ഹാജരാക്കി വിസ്തരിച്ചു. കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അതാ രണ്ടുപേർ സഭയുടെ മുമ്പിൽ കയറി വരുന്നു. ഇവനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു. ഇവർ പറഞ്ഞത് സത്യമോ? എങ്കിൽ നീ ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു നീയോ? അതെ, ഞാൻ തന്നെ ക്രിസ്തു. ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല. ഇവൻ മരണയോഗ്യൻ തന്നെ. ഇവനെ നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിക്കുക. നേരം പ്രഭാതമായപ്പോൾ ക്രിസ്തുദേവനെ പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കി. വിധിന്യായം കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുന്നു 10,000-കണക്കിന് ജനങ്ങൾ. പീലാത്തോസ് സിംഹാസനത്തിൽ എണീറ്റു. യഹൂദന്മാരുടെ രാജാവ് നീയാണോ? അതെ, ഞാൻ തന്നെ. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ക്രിസ്തുദേവനെതിരെ പല കുറ്റങ്ങളും ആരോപിച്ചു. ഒന്നിനും ക്രിസ്തു മറുപടി പറഞ്ഞില്ല. ജനങ്ങൾ ബഹളം കൂട്ടി. അവർ വിളിച്ചു പറഞ്ഞു, ഈ ക്രിസ്തുവിനെ വെറുതെ വിടാൻ പാടില്ല. ശാന്തരാകൂ. അല്ലയോ മഹാജനങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇവനെ വിചാരണ ചെയ്തു. നിങ്ങൾ പറയുന്ന വിധത്തിലുള്ള ഒരു കുറ്റവും ഞാൻ ഇവനിൽ കാണുന്നില്ല. പെസഹാ ദിവസമായ ഇന്ന് ഒരു തടവുകാരനെ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ. മനുഷ്യ സ്നേഹിയും നീതിമാനും സത്യപ്രവാചകനുമായ ഈ ക്രിസ്തുവിനെ മോചിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നു. വേണ്ട, ഞങ്ങൾക്ക് ഇവനെ വേണ്ട. നിർത്തുവിൻ. പിന്നെ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ബറാബസിനെ കിട്ടിയാൽ മതി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ കഴിയുന്ന കള്ളനും ആഫാസനും കൊലപാതകനുമായ ബറാബാസിനെ നിങ്ങൾക്ക് വേണോ? ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ഇവനെ വേണോ? ഞങ്ങൾക്ക് ബറാബസിനെ മതി. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ ഇവനെ, റോമാ ഗവർണർക്ക് കരം കൊടുക്കരുതെന്ന് പറഞ്ഞ ഇവനെ ക്രൂശിക്കുക. സ്വയം ദൈവമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇവനെ ക്രൂശിക്കുക. നിശബ്ദരാകൂ. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഇവനെ ഇതാ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനമധ്യ പീലാത്തോസ് 2 കൈകളും കഴുകി പാപമോചിതനായി പ്രഖ്യാപിച്ചു. പീലാത്തോസിന്റെ കൂലിപ്പട്ടാളം ക്രിസ്തുദേവന്റെ വസ്ത്രം അഴിച്ചു മാറ്റി ചുവന്ന മേലങ്കി ധരിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നു. ക്രിസ്തുദേവന്റെ മുഖത്തവർ കാർക്കിച്ചു തുപ്പി, മുഷ്ടി ചുരുട്ടി ചെകിടത്തിടിച്ചു. അതാ വരുന്നു ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ, കയ്യിലൊരു പണസഞ്ചി. അതാരാണ്? യൂദാസ്. ആ പണസഞ്ചി വലിച്ചവൻ മന്ദിരത്തിൽ എറിഞ്ഞു. എന്റെ ഗുരുവിനെ വെറുതെ വിടൂ, ഞാനാണ് മഹാപാപി. ഗുരുദാസനെ ഞാൻ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ വെറുതെ വിടൂ, എന്നെ ക്രൂശിക്കൂ. ഭ്രാന്ത് പിടിച്ച യൂദാ മരണം മുന്നിൽ കണ്ട് കരഞ്ഞു, പൊട്ടിച്ചിരിച്ചു, നിലവിളിച്ചു. ജനങ്ങൾ യൂദായെ പരിഹസിക്കുന്നു. സാത്താന്റെ കറുത്ത രൂപ യൂദായെ ആക്രമിക്കുന്നു. ഒരു മരക്കൊമ്പിൽ കയറി യൂദാ ജീവനൊടുക്കി. ചുവന്ന മേലങ്കി അണിഞ്ഞ ക്രിസ്തുദേവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഇടഞ്ഞു വെച്ചു.
വലം കയ്യിൽ ഒരു കോലും കൊടുത്തു. കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. മുള്ളുകൾ തറച്ച ആ ശിരസിൽ നിന്ന് ചോര വലിച്ചിറങ്ങുന്നു. ചാട്ടവാർ കൊണ്ട് ആ മുതുകിൽ ആഞ്ഞടിക്കുന്നു. ഒരു കൂറ്റൻ മരക്കുരിശ് കൊണ്ടുവന്നു ക്രിസ്തുദേവന്റെ ചുമലിൽ വെച്ചു. ആ മരക്കുരിശും ചുമന്നുകൊണ്ട് ദാ വരുന്ന ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുദേവൻ. ജനകോടികളുടെ കണ്ണീരൊപ്പിയ ലോകത്തിന്റെ രക്ഷകൻ. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ. മരിച്ച ബാലികയ്ക്ക് പുനർജീവൻ നൽകിയ കർത്താവിന്റെ പ്രിയപുത്രൻ. വീതിക്ക് ഇരുവശത്ത് നിന്നവർ വിങ്ങിപ്പൊട്ടുന്നു. ആ കൂട്ടത്തിൽ നിലവിളിച്ച് കരയുന്ന ക്രിസ്തുദേവന്റെ പെറ്റമ്മ മറിയം. നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയുവിൻ. ഈശോയുടെ നടത്തയുടെ വേഗത അല്പമൊന്ന് കുറഞ്ഞു. ഒരു റോമൻ പടയാളി അവന്റെ കയ്യിലിരുന്ന ചമ്മട്ടി കൊണ്ട് അവന്റെ മുതുകിലാഞ്ഞടിച്ചു. ദരിദ്രർക്കും പീഡിതർക്കും സാന്ത്വനമേകിയ ക്രിസ്തുദേവൻ കൂറ്റൻ മരക്കുരിശും ചുമന്നുകൊണ്ടുവരുന്ന കാഴ്ച കണ്ടില്ലേ? കുരിശേന്തി ഇതുവഴി എത്തുന്ന ദൈവത്തിൻ പ്രിയപുത്രനായവൻ യേശുദേവൻ. കുരിശേന്തി ഇതുവഴി എത്തുന്ന ദൈവത്തിൻ പ്രിയപുത്രനായവൻ യേശുദേവൻ. ശിരസിൽ മുൾമുടി കൊണ്ട് തിരുമുറിവിൽ നിന്നും ഒഴുകുന്ന ചോരയിൽ സ്നേഹസത്യം. ശിരസിൽ മുൾമുടി കൊണ്ട് തിരുമുറിവിൽ നിന്നും ഒഴുകുന്ന ചോരയിൽ സ്നേഹസത്യം. ആ നാവെന്തോ ചോദിക്കാൻ ഒരുങ്ങുന്നു. കയ്പുകലയ്ക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുത്തു. തലയോടിടമെന്ന് ഗോൽഗോഥാ മലയിലെത്തി. ആ കുരിശിൽ ക്രിസ്തുദേവനെ മലർത്തി കിടത്തി. കൂറ്റനാണികൾ ആ കയ്യിലും കാലിലും അടിച്ചിറക്കി. ആ കുരിശ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. മരണത്തിൽ പോലും ക്രിസ്തുദേവനെ പരിഹസിക്കാൻ ഇരുവശങ്ങളിലും 2 കള്ളന്മാരെ ക്രൂശിച്ചു. റോമൻ പടയാളികളിൽ ഒരുവൻ കയ്യിലിരുന്ന കുന്തം ഉയർത്തി ഈശോയുടെ വിലാപ്പുറത്ത് കുത്തി. ചോരയല്ല, കുറെ നീര് മാത്രം പുറത്തു വന്നു. അവസാന തുള്ളി ചോര പോലും പാപികളായ നമുക്കോരോരുത്തർക്കും വേണ്ടി ഭൂമിയിൽ ഒടുക്കിയ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ കുരിശിൽ കിടന്ന് പിടയുന്നു. പിതാവേ, ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. സമയം ഏകദേശം ഉച്ചയായി. പ്രപഞ്ചം മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ക്രിസ്തുദേവൻ മുകളിലോട്ട് നോക്കി. പിതാവേ, എന്നെ കൈവിട്ടതെന്ത്? ഏലീ, ഏലീ, ലമ്മാ സബക്താനി. യേശു തന്റെ ജീവൻ ഉപേക്ഷിച്ചു. ജെറുസലേം ദേവാലയത്തിൽ തൂക്കിയിരുന്ന പട്ടു തിരശ്ശീല 2 കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പൊട്ടിച്ചിതറി, ഇടിയും മിന്നലുമുണ്ടായി. സമുദ്രം ഇളകി മറിഞ്ഞു, മരങ്ങൾ ഒടിഞ്ഞു വീണു, കല്ലറകൾ തുറന്നു. പലരും സ്വർഗത്തിലേക്ക് പറന്നു. ക്രിസ്തുദേവനെ കല്ലറയിൽ അടക്കം ചെയ്തു. കല്ലറ മുദ്ര വെച്ചു. കല്ലെടുത്തു മാറ്റാതിരിക്കാൻ റോമൻ പടയാളികൾ കല്ലറയ്ക്ക് മുന്നിൽ കാവൽ നിന്നു. 3-ാം ദിവസം വലിയൊരു ഭൂകമ്പമുണ്ടായി. കല്ലറയ്ക്ക് കാവൽ നിന്ന റോമൻ പടയാളികൾ ബോധമറ്റ് വീണു. പീലാത്തോസിന്റെയും കയ്യാഫാസിന്റെയും രാജകൊട്ടാരങ്ങളിൽ നിലവിളി ഉയർന്നു. ആകാശമേഘങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ക്രിസ്തുദേവനെ അടക്കം ചെയ്തിരുന്ന കല്ലറ 2 പിളർന്നു. ഭയന്ന് വിറച്ച ജനങ്ങൾ 4 ഭാഗത്തേക്ക് ഓടുന്നു. മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, മൂപ്പന്മാര് നോക്കി നിൽക്കെ ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ്, കാലമേ നീ സാക്ഷിയായി. ഉയർത്തെഴുന്നേൽപ്പ്, ഉയർത്തെഴുന്നേൽപ്പ്, കാലമേ നീ സാക്ഷിയായി. നിന്നാത്മ ചൈതന്യത്തിൽ കാഞ്ചന ദീപം വീണ്ടും എളിഞ്ഞു ശ്രീയേശുവായി. നിന്നാത്മ ചൈതന്യത്തിൽ കാഞ്ചന ദീപം വീണ്ടും എളിഞ്ഞു ശ്രീയേശുവായി.